എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സോളാർ പാനൽ സൈക്കിൾ ക്യാമ്പർമേൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ എടുക്കാതിരുന്നത് രാത്രിയാണ് നമ്മൾ ഫിറ്റ് ചെയ്തത്, അതുകൊണ്ടാണ്. അപ്പോൾ അത് ഫിറ്റ് ചെയ്തത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. നേരെ വീഡിയോയിലേക്ക് പോയിട്ട് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് MR ബിൽഡേഴ്സ് എന്ന കമ്പനിയാണ്. കെട്ടിട നിർമ്മാണ രംഗത്ത് വർഷങ്ങളോളം പരിചയ സമ്പത്തും എല്ലാവിധ കൺസ്ട്രക്ഷൻ വർക്കുകളും ഉത്തരവാദിത്തത്തോടെയും ഗുണനിലവാരത്തോടെയും ചെയ്ത് നൽകുന്നുണ്ട്. അവരുടെ ഒരു പ്രത്യേകത, പലിശരഹിത തവണ വ്യവസ്ഥയിൽ നമുക്ക് ക്യാഷ് അടയ്ക്കാൻ പറ്റും. നമ്മുടെ ചാനലിൻ്റെ പേര് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അങ്ങനെ നമ്മൾ സോളാർ പാനൽ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സോളാർ പാനൽ. ഏകദേശം നല്ല രീതിയിൽ തന്നെ ആൾക്കാർ അട്രാക്ഷൻ ആകുന്ന രീതിയിലാണ് നമ്മൾ വെച്ചത്. അതുപോലെ ഇതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന ഷീറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഗമ്മിട്ട് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ സോളാർ പാനൽ ഈ ഫ്രെയിമുമ്മേൽ ഫിറ്റ് ചെയ്യുക. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി മാത്രം വെച്ച് എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ 2 ചാനലുകളാണ് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത്. എന്തായാലും നല്ല ഉറപ്പിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം അത് കുഴിയിലൊക്കെ ചാടുമ്പോൾ ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പുറത്തുള്ള വ്യൂ. ഇനി നമുക്ക് നേരെ ഉൾഭാഗത്തേക്ക് പ്രവേശിക്കാം. ഇതാണ് ഉൾഭാഗത്ത് നിങ്ങൾ കാണുന്ന അവസ്ഥ. വളരെ അലങ്കോലായി കിടക്കുകയാണ് കേട്ടോ നമ്മളെ ക്യാമ്പറിൻ്റെ ഉൾഭാഗം, ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട്. ഇനി നമുക്ക് ചാനലുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഒരു ചാനൽ ഈ കാണുന്നതാണ്. 2 എൽ ക്ലാമ്പ് ഇട്ടിട്ട് റിബാറ്റ് അടിച്ച് വെച്ചതാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്തും 2 എൽ ക്ലാമ്പ് ഇട്ട് അത്യാവശ്യം നല്ല ഉറപ്പിലാണ് നമ്മൾ ചെയ്തത്. അതുപോലെ തന്നെ ഒരു ചാനലും കൂടി എക്സ്ട്രാ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഉറപ്പിലാണ് നമ്മുടെ സോളാർ പാനൽ ഫിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കണക്ഷനുകളാണ് ഇത് രണ്ടും. അത് രണ്ടുകൂടിയും ഈ ഭാഗത്തായിട്ട് വരും. നടുഭാഗത്തായിട്ടാണ് നമുക്ക് ഈ കണക്ഷനുകൾ വരുന്ന രീതിയിലാണ് ഇപ്പോൾ തൽക്കാലം ഇന്ന് വെച്ചതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ മുന്നിലുള്ള എൽ ക്ലാമ്പാണ് ഈ കാണുന്നത്. ഇത് വെച്ച് നമ്മൾ ഒട്ടിച്ചതായിരുന്നു സൈഡിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്, ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒട്ടിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്കിൾ ക്യാമറയുടെ മുന്നിലത്തുള്ളൊരു വ്യൂ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ, അത്യാവശ്യം നല്ലൊരു വൃത്തിയുണ്ട്. അതുപോലെ തന്നെ ഈ LED-കളൊക്കെ നമ്മൾ പറിച്ചിട്ട് വെച്ചതാണ്. ഇനി അതൊക്കെ കണക്ഷൻ കൊടുക്കണം. ഒരുപാട് LEDസും ഫാനിൻ്റെ അതിൻ്റെ ഒക്കെ കണക്ഷൻ കൊടുക്കണം. ഇത് മുകൾ ഭാഗത്തുള്ള ആ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോളേ നമ്മൾ ഇതൊക്കെ കാണിച്ചപ്പോൾ ഒരു സാധനം കാണിക്കാൻ മറന്നുപോയി. ഇത് നമ്മളെ മോട്ടറിൻ്റെ കൺട്രോളറാണ്. ഇത് നമ്മൾ പുതിയതായിട്ട് വരുത്തിച്ചതാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതൊന്നും ആഡ് ചെയ്തിട്ടില്ല, കാരണം അന്ന് ഈ സാധനങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇത് നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ ത്രോട്ടിലും കൂടെ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ കിറ്റിലുള്ളതാണ്, പക്ഷേ അതൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് റിട്ടേൺ അയച്ച് പുതിയത് വന്നതാണ് കേട്ടോ, ഈ കൺട്രോളറും ത്രോട്ടിലും ഒക്കെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥകൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. എന്തായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ യാത്രനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ യാത്ര ഏകദേശം നമ്മൾ ബാറ്ററി കിട്ടണം. ബാറ്ററി കിട്ടിയിട്ടില്ല ഇതുവരെ. ഏകദേശം നല്ലൊരു എമൗണ്ട് ബാറ്ററിക്ക് വരുന്നുണ്ട്. നമ്മുടെ ബാറ്ററി വിചാരിച്ചത് ലിഥിയം ബാറ്ററിയാണ്, 24 വോൾട്ട് 30 ആംപിയറിൻ്റെ ബാറ്ററിയാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൈസ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആണ്. അത് കിട്ടിയാൽ നമ്മളെ യാത്ര പെട്ടെന്ന് പോവും. അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും അല്ലാത്ത ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഈ സോളാർ പാനലും മോട്ടറൊക്കെ വാങ്ങിയിട്ട് ഈ ഉപകാരം കഴിഞ്ഞാൽ പിന്നെ ഇത് എന്താ ചെയ്യാം. അപ്പോൾ അവരോട് പറയാനുള്ളത്, നമുക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. നമുക്ക് വീട്ടിലേക്ക് ലൈറ്റ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും സോളാർ പാനൽ. അതുപോലെ തന്നെ സൈക്കിൾ മാത്രമായിട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ബാറ്ററി വെച്ച് ഓടിക്കാനും പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. എന്തായാലും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ നല്ലൊരു അടിപൊളി വീഡിയോസുമായിട്ട് അടുത്ത് തന്നെ വരും. നിങ്ങൾ
വെയിറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെയധികം നന്ദി. അപ്പോൾ നല്ലൊരു വീഡിയോസായിട്ട് വീണ്ടും